ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. എന്താണെങ്കിലും കുറച്ച് നന്നായി ആലോചിച്ച് ചെയ്യൂ. നിന്നെപ്പോലെ ഞാൻ മണ്ടനൊന്നുമല്ല. ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ പണമുണ്ടാക്കണമെന്ന് എനിക്കറിയാം. നീ വേണമെങ്കിൽ കണ്ടോ ഞാൻ എത്രത്തോളം പണമുണ്ടാക്കുമെന്ന്. ലാഭം ആഗ്രഹിച്ച് ഉള്ളത് നശിപ്പിക്കാതിരുന്നാൽ മതി. നീ മാങ്ങ കഴിച്ചാൽ മതി, അതിന്റെ വിത്തിനെ കുറിച്ച് ഓർക്കണ്ട. നിങ്ങളെ കല്യാണം കഴിച്ചു പോയില്ലേ, എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വന്നു. മാങ്ങ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. വിനോദ് ഒരുപാട് അത്യാഗ്രഹിയായിരുന്നു. അവൻ എപ്പോഴും ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. മറ്റുള്ളവരെ വിഡ്ഢിയാക്കുന്നതിൽ അവൻ കേമനായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിലിരുന്നപ്പോൾ അവന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു: എപ്പോൾ നോക്കിയാലും വെറുതെ ഇരുന്നോളും. ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ എങ്ങനാ? ഇങ്ങനെയാണെങ്കിൽ വീടെങ്ങനെ നോക്കും? നിനക്ക് ഞാൻ ഈ വീട്ടിലുള്ളത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ദിവസവും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അയ്യോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒരിക്കലും പട്ടിണി കിടക്കില്ല. അടുത്തവരെ വഞ്ചിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്ത് പ്രയോജനമാ? നീ എന്തായി പറയുന്നത്? നീ മിണ്ടാതെ വായുമടച്ചൊന്നും ഇരിക്കാമോ? എന്റെ ജോലിക്കകത്ത് നീ തല കയറ്റണ്ട. എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞ് എന്റെ വായടപ്പിക്കും. ആരതിയും വിനോദും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നാൽ വിനോദ് ആരതി പറയുന്ന ഒന്നും കാര്യമാക്കാറില്ലായിരുന്നു. ആരതിക്ക് രസഗുളയുണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ വിനോദിന് വേണ്ടി രസഗുളയുണ്ടാക്കി. രസഗുളയ്ക്ക് നല്ല രുചിയായിരുന്നു. രസഗുള കഴിച്ചപ്പോൾ വിനോദിന് ഒരു ബുദ്ധി തോന്നി. ആരതി, നീ നന്നായിട്ട് രസഗുള ഉണ്ടാക്കുന്നല്ലോ. ഒരു കാര്യം ചെയ്യേ, നീ രസഗുള ഉണ്ടാക്ക്. ഞാനത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റുകൊണ്ടുവരാം. ഉറപ്പായും നല്ല വരുമാനം കിട്ടും. ഹാവോ, ഇന്നാണ് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിയോട് സംസാരിച്ചത്. ഞാൻ രസഗുളയുണ്ടാക്കാം. നിങ്ങൾ മാർക്കറ്റിൽ ആ രസഗുള കൊണ്ടുപോയി വിൽക്കൂ. അങ്ങനെ ആരതി അവൾ ആഗ്രഹിച്ചതുപോലെ രസഗുളയും ഉണ്ടാക്കി. വിനോദ് അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. ആരതിയുടെ കൈകൊണ്ടുണ്ടാക്കിയ രസഗുള ജനങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിച്ചു. ഇങ്ങനെ ചെയ്തപ്പോൾ വിനോദിന് ഒരുപാട് ലാഭവും കിട്ടി. എല്ലാ രസഗുളയും വിറ്റുപോയോ? എനിക്ക് ഒരു പിടിയുമില്ല. നിന്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. സത്യമായിട്ടും നീ രസഗുള നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കുന്നു. ജനങ്ങൾ എല്ലാവരും നീ കൈകൊണ്ടുണ്ടാക്കിയ ഗുലാബ് ജാമുൻ വാങ്ങിക്കൊണ്ടുപോയി. വളരെ വേഗം തന്നെ എല്ലാം വിറ്റും പോയി. നല്ല വരുമാനവും കിട്ടി. ഇത് നല്ലൊരു കാര്യമാണല്ലോ. അതെ, നല്ല കാര്യമാ. എന്നാൽ ഇതിൽ നമുക്ക് നമ്മുടെ ലാഭം കണ്ടെത്തണം. ജനങ്ങൾക്കെല്ലാവർക്കും നിന്റെ കൈപുണ്യം ഇഷ്ടമായി. നമുക്കെന്തുകൊണ്ട് ഇതിന്റെ വലിപ്പം ചെറുതാക്കിക്കൂടാ? ആരെന്ത് മനസ്സിലാക്കാനാ? 3 രസഗുള ഉണ്ടാക്കാൻ ആവശ്യം വരുന്ന സാധനങ്ങൾ കൊണ്ട് നീ 4 രസഗുള ഉണ്ടാക്ക്. അതിൽ നമുക്ക് 1 ലാഭിക്കാം. ഇതിലൂടെ നമുക്ക് ഒരുപാട് ലാഭവും കിട്ടില്ലേ? എന്നാൽ അങ്ങനെ ചെയ്താൽ രുചി നന്നാവില്ല. അയ്യോ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ ചെയ്യ്. ആരതി എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും വിനോദ് ആരതി പറഞ്ഞത് മനസ്സിലാക്കിയതേയില്ല. അവൻ ഒരുപാട് ലാഭമുണ്ടാക്കണമെന്ന ആഗ്രഹം കൊണ്ട് രസഗുളയുടെ വലിപ്പം ചെറുതാക്കി മാറ്റി. അതുപോലെ ശർക്കര പാനീയത്തിന്റെ അളവും അവൻ കുറച്ചു. ഞാൻ പറഞ്ഞില്ലേ, ആരും ഒന്നും മനസ്സിലാക്കില്ല. നോക്ക്, സൈസും ചെറുതായി. ഇപ്പോൾ നമുക്ക് ഒരുപാട് ലാഭവും കിട്ടി. കൈ നിറയെ സമ്പാദ്യം. ഇതിനെയാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. വിനോദ് ഇതുപോലെ എല്ലാവരെയും വിഡ്ഢിയാക്കി അവർക്കെല്ലാവർക്കും രസഗുളകൾ വിറ്റുകൊണ്ടിരുന്നു. ഒരു ദിവസം ആരതിയുടെ കൂട്ടുകാരി സുമൻ തന്റെ ഹസ്ബൻഡ് പ്രകാശിനെയും കൂട്ടി ആരതിയുടെ വീട്ടിലേക്ക് വന്നു. ആരതി അവളെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അവർക്ക് കഴിക്കാനായി അവളുണ്ടാക്കിയ രസഗുളയും കൊടുത്തു. ആരതി, നിന്റെ കൈകളിൽ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന മാജിക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ രുചി മറന്നിട്ടേ ഇല്ല. ഇന്ന് വീണ്ടും നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ രസഗുള കഴിക്കാൻ വന്നു. പിന്നെ ഇത്തവണ എന്റെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുവന്നു. സത്യമായി ആരതി, ഞാൻ കല്യാണത്തിന് ശേഷം സുമന് ഒരുപാട് സ്വീറ്റ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൾ എപ്പോഴും നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന രസഗുളയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കും ആ രസഗുള കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം ഇന്നാണ് എനിക്ക് ആ അവസരം കിട്ടിയത്. ഇന്ന് ഈ രസഗുള ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുക. നിങ്ങൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാ. പ്രകാശും സുമനും കറുത്ത രസഗുള നല്ല ആഗ്രഹത്തോടെ കഴിച്ചുകൊണ്ടിരുന്നു. രസഗുള കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശ് എഴുന്നേറ്റ് നിന്നു. എന്തുപറ്റി? എന്തിനാ പെട്ടെന്ന് എഴുന്നേറ്റത്? എന്തെങ്കിലും ഓർമ്മ വന്നോ? സുമൻ, അടുത്ത മാസം നമ്മളുടെ മകളുടെ ബർത്ത്ഡേ അല്ലേ? നമുക്ക് എന്തുകൊണ്ട് ആരതിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന രസഗുള ആ പാർട്ടിയിൽ കൊണ്ടുവന്നുകൂടാ? താങ്കൾ ശരിയായി ചിന്തിച്ചു. ആരതി, നിങ്ങൾ ഞങ്ങളുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് രസഗുള ഉണ്ടാക്കി തരുമോ? എന്നാൽ ഞാനെങ്ങനെ? ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട. നീ തന്നെ എന്റെ മകളുടെ ബർത്ത്ഡേക്ക് രസഗുള ഉണ്ടാക്കിയാൽ മതി. ഫൈനൽ, അത്ര തന്നെ. പിന്നെ നീ നന്നായി റെഡിയായി നമ്മുടെ പാർട്ടിക്കും വരണം. പാർട്ടി എവിടെ വെച്ചാണ്, എപ്പോഴാണെന്ന് ഞാൻ പിന്നെ പറയാം. ആരതി ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴാണ് അവിടേക്ക് വിനോദ് വന്നത്. അങ്ങനെ ആരതി വിനോദിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വിനോദും ഇതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷിച്ചു.
നോക്കൂ വിനോദ്, ഇത് എന്റെ ഫ്രണ്ടിന്റെ പാർട്ടിയാ. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ ഒരു പിശുക്കും കാണിക്കരുത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ചെയ്തതിന് പ്രശംസ കിട്ടിയത്. ദയവ് ചെയ്ത് ഈ നല്ല അവസരം നിങ്ങൾ പാഴാക്കരുത്. ആരതി കറുത്ത രസഗുളയുണ്ടാക്കി അത് കിച്ചണിൽ വെച്ചിട്ട് വന്നു. വിനോദ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു കാറ്റടിക്കുന്ന പമ്പ് എടുത്തുകൊണ്ടുവന്ന് അത് ഒരു കറുത്ത രസഗുളയുമായി അറ്റാച്ച് ചെയ്തു. അപ്പോഴാണ് അയൽവശത്തുള്ള ഒരാൾ വിനോദിനെ വിളിക്കാൻ അവിടെ വന്നത്. വിനോദ് ആ കാറ്റടിക്കുന്ന പമ്പ് അവിടെ തന്നെ വിട്ടിട്ട് പോയി. അത് കാരണം രസഗുളയിൽ കാറ്റ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. രസഗുള വളരെ വലുതായും മാറി. ആരതി കിച്ചണിലേക്ക് വന്നതും അത്രയും വലിയ രസഗുള കണ്ട് ഒരുപാട് ഷോക്കായി ഉറക്കെ അലറാൻ തുടങ്ങി. അയ്യോ ദൈവമേ, ഇത്രയും വലിയ കറുത്ത രസഗുളയോ? ഇതെങ്ങനെ സംഭവിച്ചു? എന്തുപറ്റി? എന്തിനാ അലറുന്നത്? ഞാൻ കുഞ്ഞു രസഗുളയാ ഉണ്ടാക്കി വെച്ചത്. എന്നാൽ ഇത്രയും വലിയ കറുത്ത രസഗുള എവിടെ നിന്ന് വന്നു? അത് ഞാൻ മറന്നുപോയതാ. ഞാൻ അത് കുറച്ച് വലുതാക്കാൻ വേണ്ടി പമ്പെടുത്ത് വെച്ചു. എന്നാൽ അത് മാറ്റിവെക്കാൻ ഞാൻ മറന്നു. അതുകൊണ്ടാ ഇത് ഇപ്പോൾ ഇത്രയും വലുതായത്. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ അവസരം പാഴാക്കരുതെന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ എന്നാൽ ഒരിക്കലും കേൾക്കില്ല. പാപം ആരതി തലയിൽ കൈവച്ച് ഇരുന്ന് അവൾ കരയാൻ തുടങ്ങി. ഇത്രയും വലിയ സൈസിലുള്ള രസഗുള കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിനോദിനും ഒരു പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് അവന്റെ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നിയത്. അയ്യോ, നീ കരയണ്ട, ഒന്നും പറ്റിയില്ല. അതിനു പകരം നല്ലതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലെന്ത് നല്ലത് സംഭവിച്ചു? അവരുടെ പാർട്ടിക്ക് അവർ രസഗുള ചോദിച്ചു, എന്നാൽ നിങ്ങൾ ഇതെല്ലാം നശിപ്പിച്ചു. എടി മണ്ടി, കേൾക്ക്. എല്ലാ രസഗുളയും ഒരു കപ്പിലിട്ടാ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ഈ വലിയ രസഗുളയ്ക്കുള്ളിൽ ഒരുപാട് ചെറിയ രസഗുള ഇട്ട് കൊടുക്കാം. കാണാനും ഭംഗിയായിരിക്കും, എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ലാഭവും കിട്ടും. നിങ്ങൾ പറയുന്നതും ശരിയാണ്. വലിയ രസഗുളക്കിടയിൽ ചെറിയ രസഗുള കിടന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ആരതിയും വിനോദും അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ ഒരു വലിയ രസഗുളയ്ക്കകത്ത് ചെറിയ ചെറിയ രസഗുളകൾ വെക്കുന്ന ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും അവരുടെ പാർട്ടിയിൽ വലിയ രസഗുളകൾ വെക്കാൻ തുടങ്ങി. ഇതിലൂടെ ആരതിയും വിനോദും പണക്കാരായും മാറി.